അപ്പം ഞങ്ങളങ്ങനെ പാലക്കാടും മലമ്പുഴയും ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. മണ്ഡലം ചുറ്റി നടക്കുമ്പോൾ ഇതാ ഇവിടെ നല്ല ചൂടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി എ സുരേഷ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആ ഒരു ചൂടൊന്നും ഒട്ടും പുതുതല്ല. പക്ഷെ അവനവന് വേണ്ടി വോട്ട് ചോദിക്കാനുള്ള ഒരു പോക്ക് അതെങ്ങനെയുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാൻ 3 പതിറ്റാണ്ടിലേറെ പിന്നെ ശിവദാസ് കൂടെയും VSൻ്റെ കൂടെയും ഒക്കെ ഈ മണ്ഡലത്തിൽ മുക്കിലും മൂലയിലും ആവേശകരമായ പൊതുയോഗങ്ങളിലും കൺവെൻഷനുകളിലും പിന്നെ ഗൃഹസന്ദർശനമൊക്കെ പങ്കെടുത്ത ആളാണ്. അത് സ്വാഭാവികമായിട്ടും മാറി നിന്നിട്ട് അവരുടെ പരിപാടികൾ നിശ്ചയിക്കുകയും അവരോടൊപ്പം പോവുകയും അവരോടൊപ്പം ജനങ്ങളെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരു സ്ഥാനാർത്ഥി നിലയ്ക്കുള്ള ഒരു വേഷപ്രച്ഛന്നത ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതൊരു വല്ലാത്ത വേറൊരു ഫീൽ തന്നെയാണ്. അനുഭവം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതൊരു ഞാൻ പറഞ്ഞല്ലോ, ഞാൻ VSൻ്റെ കൂടെ നടക്കുമ്പോൾ ആളുകളുടെ ആവേശം നേരിട്ട് കണ്ടതാണ്. പക്ഷെ സ്വയം സ്ഥാനാർത്ഥിയാവുമ്പോൾ ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഒരു നേരറിവ് തന്നെയാണ്. അതൊരു വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മലമ്പുഴ മണ്ഡലത്തിൽ ഇന്നേ വരെ ഞാൻ കാണാത്ത വേറൊരു ഫീലാണ് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തത്. അതങ്ങ് പറഞ്ഞല്ലോ, ഇപ്പോൾ അങ്ങ് ഇത്രയും നാൾ LDF-നോടൊപ്പമായിരുന്നു, CPM-നോടൊപ്പമായിരുന്നു, ചേർന്ന് നിന്നിരുന്ന ആളാണ്. പ്രത്യേകിച്ച് VS അച്യുതാനന്ദനെ പോലെ ഒരാളുടെ PA ആയിരുന്നു. ആ ഒരു അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്നുള്ള ഒരു പാർട്ടി മാറ്റം അത് അങ്ങേ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? മാത്രമല്ല ജനങ്ങൾ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും പെട്ടെന്നുള്ളൊരു പാർട്ടി മാറ്റം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ 13 കൊല്ലം പുറത്ത് നിന്ന ആളാണ്. മറ്റൊരു പാർട്ടി ചിന്തിക്കുകയോ മറ്റൊരു അനുഭാവത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാതെ എൻ്റെ നോട്ടത്തിലോ എൻ്റെ ഭാവത്തിലോ ഈ പാർട്ടിക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരു പോറൽ പോലും ഏൽക്കരുതെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പിന്നീട് ഒരു ഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ UDFൻ്റെ ലീഡർഷിപ്പ് എന്നോട് ആവശ്യപ്പെട്ടു, സുരേഷ് പോലെ ഒരാൾ ഈ പാർട്ടിയിലാണ് വരേണ്ടത്. സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വടക്ക് നോക്കിക്കോളൂ, പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ സാവ് കോൺഗ്രസിനോ BJPക്കോ പോലും അദ്ദേഹത്തോട് എതിർപ്പില്ല, രാഷ്ട്രീയമായ എതിർപ്പില്ല. അവരൊരു കമ്മ്യൂണിസ്റ്റ് ജീവിതമാണ് നയിക്കുന്നത്. അതുപോലെ വടക്ക് വന്നാൽ കൊട്ടാരക്കരയിലെ പിന്നെ ആയിഷ പോറ്റി, അവരൊരു സാത്വികമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ BJPക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ അവരോട് വിയോജിപ്പ് രാഷ്ട്രീയമായിട്ടില്ല. അവർ UDFൻ്റെ ഭാഗമാവുന്നു. സുധാകരൻ സാഹു ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളൊക്കെ ബഹുമാനിക്കുന്ന അഴിമതിരഹിത പിന്നെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടുള്ള അദ്ദേഹം പോലും മാറി ചിന്തിച്ച് UDFൻ്റെ ഭാഗമാകുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഘട്ടത്താണ് ഞാനും ഇങ്ങനെ ചിന്തിക്കാൻ ഇടവരുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഇടവരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ പാർട്ടിക്ക് അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുക എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളുൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഒരുപാട് ദിവസം ചർച്ച ചെയ്തതാണ്. ആ ഘട്ടത്തിലാണ് ഗോവിന്ദ മാഷ് പറയുന്നത് 100 തവണ അപ്പീൽ തന്നാലും അദ്ദേഹത്തെ തിരിച്ചെടുക്കില്ലാണ്. അതൊരു മനസ്സിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയ സംഭവമാണ്. ആ ഘട്ടത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം സ്വീകരിക്കുന്നതും ഈ സ്ഥാനാർത്ഥിയാവുന്നതും. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും പാർട്ടി അങ്ങേ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വിഷമം അങ്ങയുടെ മനസ്സിലുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ മണ്ഡലം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ VS അച്യുതാനന്ദനെ പോലൊരു നേതാവൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. മലമ്പുഴയുടെ പൾസ് അങ്ങേക്ക് അറിയാത്തതല്ല. മലമ്പുഴ വളരെ അടുത്തറിയുന്ന ഒരാളാണ് അങ്ങ്. അപ്പോൾ ഇടത് വോട്ടുകൾ എത്രത്തോളം UDFലേക്ക് എത്തിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ട്? ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും, 100% ഉറപ്പ്. കാരണം നമ്മൾ പോകുമ്പോൾ പാർട്ടിക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് അടുത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു ഭയമായിരുന്നു തുടക്കത്തിൽ, അവരെങ്ങനെ പ്രതികരിക്കും. പാർട്ടി മാറിയ ഒരാളെ ഔട്ട്കാസ്റ്റ് ചെയ്യുക എന്നാണ് പതിവ്, കമ്മ്യൂണിസ്റ്റ് രീതി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കാണുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് എൻ്റെ കൂടെയുള്ള ആളുകൾ പറയുമ്പോൾ ഞാൻ അവരെ സമീപിക്കുമ്പോൾ അവർ എന്നോട് കാണിക്കുന്ന റെസ്പോൺസ്, ഒരു പ്ലസൻറ്റ് ഫീലിംഗ്, അവരുടെ മുഖഭാവം, നമുക്ക് മുഖത്തൊരാളെ വായിച്ചെടുക്കാൻ പറ്റും. അത് എനിക്ക് 90% ഉറപ്പാണ്. കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ എനിക്ക് വോട്ട് ചെയ്യും. അത് ഇപ്പം തന്നെ നമ്മൾ കാണുമ്പോഴും അതെ, നമുക്ക് പെട്ടെന്ന് VSനെ ഓർമ്മ വരികയാണ്. അതിപ്പോൾ പാർട്ടിക്കാർക്കെന്ന് മാത്രമല്ല, VSനെ സ്നേഹിച്ചിരുന്ന മലയാളികൾ ഒന്നടങ്കം ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുക. അത് നമുക്ക് വോട്ടായി മാറുമോ, അത് ഒരു അനുകൂല ഘടകമായി മാറുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാനത് പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാരണം ഒരുപാട് വൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വീട്ടിൽ പോയപ്പോൾ സാധാരണ ഞങ്ങൾ ഗൃഹസന്ദർശനം തുടങ്ങിയിട്ടില്ല. ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ, ഒരു മരണ വീടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിറങ്ങുമ്പോൾ അടുത്തുള്ള വീടുകളിൽ കയറാൻ നമ്മൾ കൂടെയുള്ള ആളുകൾ പറയും. ഒരു വീട്ടിൽ കയറിയപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ, ഒരു 75 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ ഒരു പത്ര കട്ടിങ് എടുത്ത് എന്നെ കൊണ്ടുവരികയാണ്. സുരേഷ്, നിൻ്റെ ഫോട്ടോ ഞാൻ കൂടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം ചോദിച്ചപ്പോൾ, VS ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ അവിടെ VSന് കാത്തിരിക്കുന്ന ഒരു ചിത്രം ഏത് പത്രത്തിലാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് കാണിച്ചു തരാണ്. അതുപോലെ വേറൊരു വീട്ടിൽ പോയപ്പോൾ ഞാനും അദ്ദേഹവും ബ്രാഞ്ച് സെക്രട്ടറിയാണ്, അദ്ദേഹമുള്ള പടം അദ്ദേഹം പിന്നെ ഇവിടെ ഷോക്കേസിൽ വെച്ചിരിക്കുകയാണ്. അപ്പം സുരേഷിനെ ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ, കാരണം സുരേഷിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇഷ്ടമാണ്, VSൻ്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെ സ്ഥലത്ത് പോയപ്പോൾ ആരതി ഒഴിയാണ് തമിഴ് ശൈലിയിൽ. ഞാൻ ആദ്യമായിട്ട് ആരതി ഒഴിഞ്ഞത് VSനാണ്, ഇപ്പോൾ സെക്രട്ടറിക്ക് ഒഴിയുന്നു. ആ ഭാഗ്യം എനിക്ക് കിട്ടി. ഇതൊരു വലിയ സംഭവമല്ലേ?
ചെറിയ കാര്യമല്ലല്ലോ. അങ്ങയുടെ എതിരാളികളെ നോക്കിക്കഴിഞ്ഞാൽ സി കൃഷ്ണകുമാർ BJPക്ക് വേണ്ടി നിൽക്കുന്നു, അതോടൊപ്പം തന്നെ A പ്രഭാകരൻ സിറ്റിംഗ് MLA ആണ്. രണ്ടുപേരും താങ്കൾക്ക് ഉയർത്തുന്നത് ചെറിയ വെല്ലുവിളിയൊന്നുമല്ല. അല്ല, ഞാൻ രാഷ്ട്രീയ എതിരാളികളെ ഞാൻ നോക്കാറില്ല. നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടാകുമ്പോൾ പ്രഭാകരൻ സഖാവ് എൻ്റെ നേതാവാണ്. കൃഷ്ണകുമാർ എൻ്റെ ബാല്യകാല സുഹൃത്തെന്ന് പറയാം. കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ സീനിയറാണ്. രാഷ്ട്രീയ എതിരാളികൾ അല്ല എൻ്റെ വിഷയം. രാഷ്ട്രീയം പറയലാണ് വിഷയം. എതിരാളി ആരും നോക്കിയല്ല ഞാൻ നിന്നത്. എൻ്റെ രാഷ്ട്രീയം പറയുക, എൻ്റെ രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ UDF ആണ് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ വ്യക്തിബന്ധങ്ങൾ അത് പുലർത്തുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ എതിരാളികളായിട്ട് രാഷ്ട്രീയം മാത്രം പറയുന്നു. പക്ഷേ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ പാലക്കാട് ഡീൽ എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. അത് നമ്മൾ ഇപ്പോൾ KC ഒക്കെ തന്നെ ഉയർത്തിയ ഒരു സംഭവമാണ്. അപ്പോൾ ആ രീതിയിൽ ശക്തമായിട്ടൊരു ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എതിരാളികളെ. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്തേക്ക് വരുമ്പോൾ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ? തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ചോദിച്ച് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് പറയുമ്പോൾ എനിക്ക് ഇമോഷണൽ ആവും ഞാൻ. കാരണം ഈ പ്രഭാകർ എതിരാളി, LDFന്റെ എതിരാളി എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ഒരാളാണ്. VSന്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയിരുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് ബഹുമാനമുണ്ട്. എനിക്ക് അയാളോട് ബഹുമാനം ഉള്ളപ്പോൾ അദ്ദേഹം എന്നെ വളരെ മ്ലേച്ഛമായ രൂപത്തിലാണ് പറയുന്നത്. VSന്റെ അടുക്കളക്കാരനാണ്, അടുക്കളക്കാരനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, VSന്റെ അടുക്കള വരെ, ഒരു വീട്ടിൽ അടുക്കള വരെ കയറാനുള്ളൊരു സ്വാതന്ത്ര്യം ആർക്കാണ്ടാവുക? കുടുംബത്തിൽ പിറന്ന ആൾക്കും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ആർക്കും കയറാൻ പറ്റുമോ? നിങ്ങളുടെ അടുപ്പുള്ള ആൾക്കേ കയറാൻ പറ്റുള്ളൂ, അടുത്ത സുഹൃത്തുക്കൾ കയറാൻ പറ്റുള്ളൂ. ഞാൻ പാർട്ടിയിലുണ്ടാകുമ്പോൾ എൻ്റെ പ്രദേശത്തെ എല്ലാ വീട്ടിലെ അടുക്കളയും ഞാൻ കയറും, അവിടെയുള്ള ഭക്ഷണം ഞാൻ കഴിക്കും. അപ്പോൾ വിശ്വാസമുള്ള ആളുകളെ അടുക്കളയിൽ കയറ്റാൻ പറ്റുള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റുള്ളൂ. ഞാൻ അതിന് മറുപടി പറയുന്നില്ല. പിന്നെ BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും മ്ലേച്ഛമായ രാഷ്ട്രീയമാണ്. അതിവിടെ വിലപ്പോവില്ല. 2ാം സ്ഥാനത്തായതുകൊണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. 2 പ്രാവശ്യമായിട്ട്. ഇപ്രാവശ്യം ഞാൻ 1ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്, 2ാം സ്ഥാനത്തിന് വേണ്ടിയല്ല, 1ാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം സംസാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ആയിട്ടുള്ള സംസാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിയാണ്, രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ നമുക്കറിയാം എത്രയും കാലം VSനൊപ്പം സഞ്ചരിച്ചതാണ്. എങ്കിൽ പോലും വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങൾ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ചൂടത്തും നല്ലവണ്ണം ഇങ്ങനെ നടന്ന് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇനിയിപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലേ? തീർച്ചയായും നല്ല തിരക്കുള്ള സമയമാണ്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. ഇനി 18 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത്. അപ്പോൾ ആ തിരക്കിലേക്ക് കടക്കുകയാണ് A സുരേഷും. അങ്ങനെ നമ്മളും നമ്മളുടെ യാത്ര തുടരുകയാണ്. ആശംസകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.